ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. ശാപം എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. ഒന്ന് ഏൽക്കുന്ന ശാപം, രണ്ട് ഏൽക്കാത്ത ശാപം. ഏതാണ് ഏൽക്കുന്ന ശാപം, ഏതാണ് ഏൽക്കാത്ത ശാപം? വേർതിരിച്ച് കാണാൻ നമ്മൾ പഠിക്കണം. കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. ആ വചന വെളിച്ചത്തിൽ നമ്മളത് പഠിച്ചിരിക്കണം. ഒരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരു സ്ത്രീ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ സൊറിയാസിസ് പോലത്തെ ഒരവസ്ഥ, രോഗാവസ്ഥ വന്നിട്ട് അതിങ്ങനെ ഉണങ്ങാതെ ചിലപ്പോൾ ഈ വെള്ളവും ഒക്കെ വരുന്നത് പോലത്തെ, ദുർഗന്ധവും വരുന്നത് പോലത്തെ ഒരവസ്ഥ, സൊറിയാസിസ്. അത് കണ്ടമാനം മൂത്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥ. ഇനി ഇവർക്ക് ഈ രോഗം വന്ന് അതിൻ്റെ പേരിൽ ഒരുപാട് സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതിനേക്കാൾ അവരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു വിഷമം. അവരുടെ അമ്മായിയമ്മ ഇച്ചിരി മാനസിക പ്രശ്നമൊക്കെ ഉള്ള വ്യക്തിയാണ്, പിടിവിട്ട ഒരു കേസ്. കാരണം ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളും സംസാര രീതികളൊക്കെയാണ്. ഇവർ ഈ മാനസിക പ്രശ്നം അതിൻ്റെ പേരിലായിരിക്കാം. ഒരിക്കൽ മരുമകളോട് പറഞ്ഞൊരു കാര്യം, എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ച നീ ഉഴുത്ത ചാവും. അവർ ബോധപൂർവം പറഞ്ഞതാണോ മാനസിക പ്രശ്നം കൊണ്ട് പറഞ്ഞതാണോ അറിയില്ല. അവരവർ പറഞ്ഞൊരു കാര്യം, നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചതുകൊണ്ട് നീ പുഴുത്തേ ചാവും. അങ്ങനെ അവർ പറഞ്ഞേ. അപ്പോൾ ആ ഒരു ശാപമാണോ എനിക്കിന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത്, എൻ്റെ ഈ ശരീരത്തിൽ ഈ രോഗം വന്നിട്ട് മാറാതെ ഈ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നത് എന്ന ആ ഒരു മാനസിക പ്രശ്നമായിരുന്നു അവരെ അലട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് തരം ശാപങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് ശപിക്കാമോ, കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശപിക്കാമോ? റോമാലേഖനം 12:14 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്. ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല ശാപവാക്ക്. മറ്റുള്ളവരെ ശപിച്ച് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് ചേർന്നതല്ല. പീഡിപ്പിക്കുന്നവരെ പോലും അനുഗ്രഹിക്കണം. റോമാ 12:21 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റും, തിന്മ കൊണ്ട് തിന്മയെ കീഴടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മീയതയിൽ നമ്മൾ വളരണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പീഡിപ്പിക്കുന്നവരെ പോലും അനുഗ്രഹിക്കണം, ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് തന്നെയാണ് മത്തായി 5:43 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറയപ്പെട്ടിരിക്കുന്ന കാര്യം. സഭാപ്രസംഗൻ 10:20 വചനം, രാജാവിനെ വിചാരത്തിൽ പോലും ശപിക്കരുത്. നമുക്ക് കാണാൻ സാധിക്കും, നേതാക്കന്മാരോ നമ്മുടെ തലപ്പത്തിരുന്ന ആൾക്കാർ ആരെങ്കിലും ചെറുതായിട്ട് നമ്മളെ ഒന്ന് ദ്രോഹിച്ചു, അല്ലെ നമ്മൾ പറഞ്ഞത് കേട്ടില്ല, നമുക്ക് നീതി നടത്തി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശാപവാക്കുകൾ അവരെ ശപിക്കുന്നത്, അവർ മുടിഞ്ഞു പോകും, അവർക്കൊരിക്കലും നന്മ വരത്തില്ല, ഇങ്ങനെയെല്ലാം സംസാരിച്ചു പോകുന്ന ഒരവസ്ഥ ദൈവമക്കൾക്ക് ചേർന്നതല്ല എന്നുള്ളത് സഭാപ്രസംഗൻ 10:20 വചനത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് പലരുടെയും മനസ്സിൽ വരാറുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് യേശു ശപിച്ചു? ഈ ശപിക്കരുത് എന്ന് നിർദ്ദേശിച്ച പഠിപ്പിച്ച ദൈവം തന്നെ എന്തുകൊണ്ട് ശപിച്ചു? അതുകൊണ്ടല്ലേ ആ അത്തിവൃക്ഷം അത് ഉണങ്ങിപ്പോയത്? മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം, വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള ഒരധ്യായമാണ്. ഞാൻ അവിടെ നമ്മൾ കാണുന്നു, അതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. ശപിക്കാമോ ഇല്ലയോ എന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ വിശ്വാസത്തിൻ്റെ ശക്തി. കർത്താവ് പറഞ്ഞത്, അത്തിവൃക്ഷം അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയില്ലേ? ഇതുപോലെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഈ മലയോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞാൽ, മരത്തോട് മാറാൻ പറഞ്ഞാൽ മാറിയിരിക്കും. അതാണ് ആ ഒരു വചനഭാഗം നമ്മളെ പഠിപ്പിക്കാതെ ശപിക്കാമോ ഇല്ലയോ എന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ്. മൂന്നാമതായി നമ്മൾ കാണുന്നത് ഏൽക്കുന്ന ശാപം. ഈ പ്രവൃത്തികൾ നമ്മൾ ചെയ്താൽ, ആരെങ്കിലും നമ്മെ ശപിച്ചാൽ അത് നമുക്ക് ടേക്കും. അത് പ്രഭാഷകൻ 3:9 വായിച്ചാൽ, അമ്മയുടെ ശാപം നിൻ്റെ ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. അതായത് അമ്മയെ ദ്രോഹിച്ചിട്ട് അവർ മനം നൊന്ത് അവർ ശപിച്ചാൽ അത് ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. സുഭാഷിതങ്ങൾ 30:17 വായിച്ചാൽ, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും. അപ്പം ആ പാപം എത്ര ഗൗരവമുള്ളതാണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പ്രഭാഷകൻ 21:27 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഏൽക്കിയേലാത്ത ഒരു ശാപത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവഭയമില്ലാത്തവർ സ്വാർത്ഥ താല്പര്യത്താൽ ശപിച്ചാൽ അത് നീ പേടിക്കേണ്ട കാര്യമില്ല, അവൻ്റെ തലയിൽ തന്നെ അത് വിനയായി വീഴും.
അതാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. ഉദാഹരണത്തിന് ആരെങ്കിലും എന്നോട് പറയാം, നീ മുടിഞ്ഞു പോകും, ആ സമയം മുതൽ ഉയ്യോ അവരെന്നെ ശവിച്ചു, ഇനി എൻ്റെ ജീവിതം എങ്ങനെയാവും? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന് എൻ്റെ മേൽ സ്വാധീനം ഉണ്ടാകുന്നത്. അതല്ല, ദൈവമാണ് എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഇതെനിക്കിട്ട് ഏൽക്കില്ല. വേണമെങ്കിൽ നമുക്ക് മനുഷ്യന് ദൈവത്തെയും ശപിക്കാം. അങ്ങനെയുള്ള രംഗങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വചനം വായിക്കുമ്പോൾ ജോബിനോട് തൻ്റെ ഭാര്യ തന്നെ പറഞ്ഞാണ്, ഇനിയും നിങ്ങൾ ദൈവവിശ്വാസിയായിട്ടിരിക്കുവാണോ? ആ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കും മനുഷ്യ. പക്ഷെ അങ്ങനെ കേട്ടിട്ട് ജോബ് അത് ചെയ്തോ? ഇല്ല. അവൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഈ ചർമ്മം അഴുകിപ്പോയാലും ഇതിനുള്ളിൽ മാംസം ഉണ്ട്, ആ മാംസത്തിൽ ദൈവത്തെ കണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. മനുഷ്യരെ ശപിക്കുന്ന ആ രംഗവും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. 1 സാമുവേൽ 17:43 വചനത്തിൽ നമ്മൾ കാണുന്നത് ഗോലിയാത്ത് ദാവീദിനെ ശപിക്കുന്ന ഒരു രംഗം. നീ എന്താണ് പട്ടിയെ കൊല്ലാൻ എന്ന രീതിയിലാണ് എൻ്റെ നേരെ വരുന്നത് എന്നും പറഞ്ഞ് അവനെ ശപിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. 2 സാമുവേൽ 16:7 വായിച്ചാൽ ഷിമെയി ദാവീദിനെ ഈ ശകാരവർഷം ഇട്ടുകൊണ്ട് അവനെ ശപിച്ച് സംസാരിക്കുന്ന, നീജ, പട്ടി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ശാപവാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. എന്നിട്ട് ദാവീദ് പറഞ്ഞത്, അവൻ ശപിക്കട്ടെ, അത് കഴിയുമ്പോൾ കർത്താവ് എന്നോട് അതിൻ്റെ പേരിൽ കരുണ കാണിച്ചേക്കാം. എന്നൊക്കെ അതുപോലും എങ്ങനെയാണ് ദാവീദ് എടുത്തത്, അതുമൂലം ദാവീദിനുണ്ടായ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 23-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു എലീഷായുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം. പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ എലീഷായെ കളിയാക്കി സംസാരിക്കുന്നു, മുട്ടത്തലയ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. ഇനി അവരെ ശപിച്ച് സംസാരിക്കുന്ന ആ ഒരു രംഗം ഉടനെ അവിടെ എന്താ സംഭവിച്ചത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കാട്ടിൽ നിന്ന് 2 പെൺ കരടികൾ വന്നിട്ട് അവരെല്ലാം പിച്ചി ചീന്തുന്നതായിട്ട് അവിടെ നമ്മൾ കാണുന്നു. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ പറ്റുന്നത് ഏൽക്കുന്ന ശാപം, ഏൽക്കാത്ത ശാപം, ഇത് രണ്ടും വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാർഗഭ്രംശം വരാനായിട്ട് അത് ഇടവരുത്തും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് വിവേകത്തിൻ്റെ വരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.